ക്ലീറ്റ് തുറന്ന് ക്ലീറ്റ് എന്തെങ്കിലും പറയുമ്പോഴത്തേനും മിണ്ടാതെ അകത്ത് കയറിയിട്ട് കാര്യമുണ്ടോ? എന്താന്നുള്ളത് പറ. ക്ലീറ്റോ 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 ഇതെന്തോ ചെയ്യുന്നുണ്ട്? ക്ലീറ്റ് വാതിൽ തുറക്കാൻ. എന്താണ് തുറക്കണില്ലടാ, മിണ്ടണൂല്ല. ചേട്ടൻ ഇങ്ങനെ ചൂടാവുന്നോണ്ടാ ക്ലീറ്റോ ചേട്ടൻ വാതിലും പൂട്ടി അകത്തിരിക്കുന്നത്. അപ്പൊ ചൂടായാണ് കുഴപ്പമായത്. അത് തന്നെ കുഴപ്പം. എടി എന്റെ പരിചയക്കാരാണ് കുഞ്ഞുമോൻ. എന്നെ കണ്ടിട്ടാണ് വണ്ടി എടുത്ത് കൊടുത്തത്. ഞാൻ അന്നേ പറഞ്ഞ് ഈ കൂടായ്പിന് ഇറങ്ങരുതെന്ന്. അപ്പൊ പറഞ്ഞ് ഒരു കുഴപ്പമില്ല, എടുത്തോണ്ട് പോകാന്ന്. ഇപ്പൊ എന്തായി? ഇപ്പൊ കുഞ്ഞു വന്ന് സ്റ്റേഷനിൽ നിന്ന് കരഞ്ഞോണ്ടിരിക്കുക. മറ്റേ ആൾ മറ്റന്നാ പോവാണ്. സമാധാനത്തെ വിളിക്ക്. അതെ, അളിയൻ ദേഷ്യപ്പെടല്. എന്നാലും ഞാൻ തുറക്കും. ദേഷ്യപ്പെടൂല, ക്ലീറ്റ് ഇങ്ങ് വന്നേ. ക്ലീറ്റോ ചേട്ടൻ തുറന്നേ. അളിയനെ സമ്മതിപ്പിക്കും, വഴക്ക് പറയില്ലെന്ന് സമ്മതിപ്പിക്കും. ഇറങ്ങട്ടെ പുറത്തോട്ട്, എന്നിട്ട് എന്താന്ന് വെച്ചാ ചോദിക്കാലോ. നീ ഇറങ്ങി വാ. അവനൊന്നും ചെയ്യൂലെന്ന്. വാ. സമ്മതിച്ച സംഘം. സമ്മതിച്ചു. വാ. ഇറങ്ങി വാ ക്ലീറ്റോ. അളിയ, സത്യം പറഞ്ഞ ഞാൻ അളിയൻ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. ഈ കേസിൽ ഞാൻ ഇടപെടാൻ പാടില്ലായിരുന്നു. എനിക്ക് എന്തൊരു മണ്ടത്തരമാണ് പറഞ്ഞില്ല. എന്റെ സമയദോഷമാണെന്ന് തോന്നുന്നു. എന്ത് ചെയ്താലും അതെ, അളിയൻ വിചാരിച്ചാൽ എന്നെ ഇപ്പം രക്ഷിക്കാൻ പറ്റും. ചെറിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് അളിയ. ഈ വണ്ടി കൊടുക്കാനായിട്ടേ തീപ്പെട്ടി സതീശുണ്ടല്ലോ, പഴയ ഗുണ്ട. പഴയ ഗുണ്ട. അപ്പോൾ അവൻ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോ വണ്ടി കച്ചവടമൊക്കെ ആയിട്ട് പോവാണ്. അപ്പൊ അവന്റെ ആരോ ഉണ്ട്, വണ്ടി വേണമെന്നും പറഞ്ഞു ഞാൻ വണ്ടി ഇവിടെ കൊണ്ടുപോയി കൊടുത്ത്. തീപ്പെട്ടി സതീശൻ തങ്ക, ഇതിപ്പോ അയാൾക്ക് പെട്ടെന്ന് വണ്ടി വേണം, അയാൾക്ക് ഉടനെ പോകണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചോണ്ടല്ലേ ഞാൻ ഇപ്പം വണ്ടി കച്ചവടം. അങ്ങനെ വണ്ടി അവിടെ കൊടുത്ത് എല്ലാം സമ്മതിച്ച്, വിലയൊക്കെ സമ്മതിച്ചളിയാ. 25,000 രൂപ ഓക്കെ പറഞ്ഞ് എല്ലാം എഗ്രിമെൻ്റൊക്കെ എഴുതാൻ എല്ലാം പറഞ്ഞ്. എന്നിട്ട് അവസാനം എൻ്റെ ഒരു 15 രൂപ എടുത്ത് തന്നു. 25 രൂപയ്ക്കല്ലേ സമ്മതിച്ചത് തന്നെ. പിന്നെ 15 രൂപ. അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറയണ, എടാ ഞാൻ ജയിലിൽ പോകണേനിപ്പോ നമ്മൾ തമ്മിൽ ഒരു കച്ചവടം ചെയ്തിട്ടുണ്ട്, അതിൽ നീ എനിക്ക് 10 രൂപ തരാറുണ്ടോ, ഓർമ്മയുണ്ടോന്ന്. കർത്താവിനാണ്, എനിക്ക് ഒരു പിടിയില്ല അങ്ങനെ ഒരു കച്ചവടം നടന്നു. പിന്നെ അത് തിരിച്ചു കൊടുക്കയില്ല, ഓർക്കയില്ല. അങ്ങനെ പറയല്ലേ, സത്യമായിട്ട് അളിയ, എനിക്കങ്ങനെ ഒരു ഇത് ഓർമ്മയില്ല. നിനക്ക് ഓർമ്മയില്ലല്ലോ, നീ ആരെന്നല്ല എവിടെ നിന്നെല്ലാം മേടിക്കുന്നു, ആളുകളെ പറ്റിക്കുന്നു. അപ്പൊ നിനക്ക് ഓർമ്മ കാണൂല. എന്നിട്ട് അയാൾ 15 രൂപയെ തന്നുള്ളൂ. 15 രൂപ ഓക്കെ പറഞ്ഞു. 10 രൂപ കുറയ്ക്കണം. ഞാൻ കുഞ്ഞുമോനിട്ട് എന്ത് പറയണം? മറ്റന്നാ ഓണർ പോടി, അയ്യോ പൈസക്ക് വേണ്ടി ഇരിക്കല്ലേ, അത്യാവശ്യം ഉണ്ടല്ലേ കൊടുത്തിട്ട് പോണത് അയാള്. അളിയെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് കുഞ്ഞു 15 രൂപയ്ക്കാ. ഒരു കാര്യം ചെയ്യും, ഒരു 20 രൂപ കൊടുത്ത് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാൻ പറ്റുമോ നോക്കളിയാ, ഒന്ന് പറഞ്ഞു നോക്കളിയാ. ചെയ്യട കണക്ക് തലയിലായി പോയില്ലേ. 20 രൂപയ്ക്ക് ചിലപ്പോ ഒരു സമ്മതിക്കുമല്ലോ. അളിയ സാഹചര്യം കൊണ്ട് ഇങ്ങനെ 10 രൂപ കിട്ടും വണ്ടിക്ക്. സാരമില്ല, അത്യാവശ്യക്കാരനായതുകൊണ്ട് 20 രൂപ. വേറൊരു കാര്യമുണ്ടളിയാ, ഗുണ്ടയാണെങ്കിലും അയാൾ മനസാക്ഷിയുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ ഇതിന്റെ പലിശയൊക്കെ ചോദിച്ചെങ്കിൽ നമ്മൾ പെട്ടുപോകില്ലേ. ഇതിപ്പോ അവൻ മാന്യമായിട്ട് ഞാൻ എന്തോ കൊടുക്കാണ്ടത് എനിക്കാണ്. അവന് പിന്നെ മാന്യത ഉണ്ടല്ലേ, അവന് പിന്നെ മാന്യത ഉണ്ട്, നിനക്കതില്ല. വണ്ടി 20 രൂപ ഞാൻ പറഞ്ഞ സമ്മതിക്കില്ല. അത് കൊടുക്ക്, 20 രൂപ കൊടുക്ക്. 15 രൂപ തന്നോണ്ടല്ലോ. 15 രൂപ സതീശൻ തരും. 5 രൂപ ലില്ലിമോളെ അളിയന്റെ അവിടെ ഇരിക്കണമെങ്കിൽ 5 രൂപ. എന്റെ പൊന്ന് നമുക്ക് എടുക്കാൻ ഇച്ചിരി പൈസ. എന്റെ കയ്യിൽ ഇവിടെ പൈസ അല്ല, 5 രൂപയും ഇല്ലേ ഇപ്പൊ ക്ലീറ്റോ ചേട്ടൻ്റെ കയ്യില്? ഇച്ചിരി പൈസ വരാനുണ്ട്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ എടുക്കാളിയാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാ. ഒരു 5 രൂപ. ഈ പ്രശ്നം ഒന്ന് സോൾവ് ആക്കി. സതീശനായോണ്ടാണ്, ഗുണ്ടയില്ല, ഒന്നും പറയാക്കൂല അങ്ങോട്ട്. അത് 15 രൂപയുടെ അത് പറ. 15 രൂപ സതീശൻ തരും. ആളിയനും കൂടെ അല്ല, അത് തരും, പോയി വാങ്ങിക്കാം. ആളിയനും കൂടെ വന്ന് വാങ്ങിച്ചതൊന്ന് സോൾവ് ചെയ്യണം.